Hello guys, welcome back to my YouTube channel. Back Calvo. Feel the heat, the flames arise. In this kitchen with flavors to try. Chop the garlic, dance with the zest. The Calvo's magic, it's time for the quest. Okay. Oh, let the fire blaze, the dishes ignite. Cooking with passion, it feels so right. Stirring up love in every pot and pan. The Calvo vibes, come join the clan. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ജാപ്പനീസ് ട്രഡീഷണൽ കാക്കൂനി വേണ്ടെന്നവിടാ. അപ്പോൾ ഗൈസ്, കാക്കൂനി എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് പോർക്ക് ട്രഡീഷണൽ ഫുഡാണ്. അപ്പോൾ കാക്കൂനി എന്ന് പറയുമ്പോൾ ക എന്നതിൻ്റെ മീനിങ് വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാപ്പനീസ് ഭാഷയിൽ ചെറുതായിട്ട് മുറിച്ചിട്ടുള്ള ഇറച്ചി, അതാണ് ഖോ എന്ന് മീനിങ് വരുന്നത്. കുനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മീനിങ്ങിൽ വേവിച്ചെടുക്കുക, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളിത് ആക്ച്വലി പറഞ്ഞാൽ സ്ലോ കുക്ക് ചെയ്ത് അതിൻ്റെ ഉമ്മാമിയൊക്കെ ആ മീറ്റിൽ ഇറങ്ങി അത് കഴിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു 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 പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതാണ് ഈ ഡിഷിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് നമ്മുടെ കാക്കുനിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് അതിന് ആദ്യമായിട്ട് വേണ്ടത് ജിഞ്ചറാണ്, അതുപോലെ ബോക്ചോയ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ ക്യാബേജൊക്കെ പോലത്തെ ഒരു ലീവ്സാണ്. അപ്പോൾ ഇത് നമ്മൾ നന്നായി വേവിച്ച് ഇതിൻ്റെ കൂടെ കഴിക്കും, അതിന് വേണ്ടിയിട്ടാണ് ബോക്ചോയ്. അതേപോലെ ഗാർലിക്, പിന്നെ നമ്മുടെ വൈറ്റ് ഒനിയൻ, പിന്നെ നമുക്ക് എന്തിനു വേണ്ടേ, പിന്നെ നമുക്ക് വേണ്ടത് സ്പ്രിംഗ് ഒനിയൻസ്. അതുപോലെ ഈ ജാപ്പനീസ് ഫുഡുകളിൽ അവർ അതിൻ്റെ ബേസുകളാണ്. ഈ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ സീസണിങ് തന്നെ. അതായത് പോപ്പുലർ ആയിട്ട് കണ്ടുവരുന്ന 4 ബേസസ് ആണുള്ളത്. ഒന്ന് സോൾട്ട് ബേസ്, പിന്നെ ഒന്ന് ടോക്കിയോ ബേസ്, പിന്നെ ഒന്ന് മീസോ ബേസ്, പിന്നെ ഒന്ന് ടെറ്റമൻ ബേസ്. സോ ആക്ച്വലി സോൾട്ട് ബേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സീ സോൾട്ട് ഉണ്ടല്ലോ, അതും പിന്നെ നമ്മുടെ കടലിൽ കണ്ടുവരുന്ന ഈ പച്ച ഇലകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഈ സോൾട്ട് ബേസ് അവർ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ നമ്മുടെ ടോക്കിയോ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ സോയ സോസ്, ഇഞ്ചി, വെളുത്തുള്ളി, പോർക്ക്, ഫാറ്റ് എല്ലാം ചേർന്നതാണ്. പിന്നെ വരുന്നതാണ് മീസോ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ മീസോ പേസ്റ്റും സോയ സോസും ചേർന്നൊരു സുന്ദരമായ രുചി എന്ന് വേണമെങ്കിൽ പറയാം. ടെറ്റമൻ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ എള്ള്, നമ്മുടെ പയർ പേസ്റ്റ്, അങ്ങനെ അത് ചേർന്നൊരു ഇത്തിരി സ്പൈസി ആയിട്ടുള്ള ബേസാണത്. അതാണ് നമ്മുടെ ബേസ്. ഓക്കെ. ഇപ്പോൾ ബേസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ഉമ്മാമയാണ്. നമ്മൾ സോയ ഉണ്ടല്ലോ, നമ്മുടെ സോയ സോസ്, അതൊരു സോൾട്ട് ബേസ് ആണ്. അപ്പോൾ അത് നമ്മൾ നമ്മുടെ കറികളിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആക്ച്വലി എന്തിട്ടുണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറികളുടെ സാൾട്ട് ഉണ്ടല്ലോ, സാൾട്ട്നെസ്, അത് ബാലൻസ് ചെയ്യും. അതാണ് ആക്ച്വലി നടക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് മീസോ ബേസ് ആണ് നമ്മുടെ കാക്കുനിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗുയ്സ്. ബാക്കാലോ. അപ്പോൾ ഗൈസ്, ഈ റെസിപ്പി വളരെ സിമ്പിളാണ്. ബൗൾ എടുക്കുക, അതിലേക്കൊരു 2 കപ്പ് വെള്ളം ഒഴിക്കുക. അതിനുശേഷം നമ്മുടെ മീസോ ബേസ് ഒരു 2 സ്പൂൺ അങ്ങോട്ട് ചേർക്കുക. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങോട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സോയ സോസ് ഒരു നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നൈസായിട്ട് കളർ മാറി വരും. അതിനുശേഷം ഷുഗർ ഒരു 2 ടീസ്പൂൺ ഷുഗർ കേട്ടോ, മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് സാധാരണ ജാപ്പനീസുകാർ യൂസ് ചെയ്യുക അവരുടെ സാക്ക ഉണ്ട്, അതാണ് അവർ യൂസ് ചെയ്തതിൽ. ഇപ്പോൾ എനിക്ക് സാക്ക കിട്ടിയിട്ടില്ല. ഇത് റോക്കു എന്ന് പറഞ്ഞൊരു ജിന്നാണ്. ഇത് നമ്മുടെ ഫ്രണ്ട് അവർ കുറച്ച് ദൂരത്തു നിന്ന് വന്ന ഡെവോൺ, ഇവിടെ എക്സ്മൗത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് വന്നതാ. അപ്പോൾ അവർ എനിക്ക് കൊണ്ടുവന്നതാ. ഞാൻ ഇന്ന് ജാപ്പനീസ് ഫുഡാണ് ഉണ്ടാക്കണേന്ന് പറഞ്ഞപ്പോൾ അവർ കൊണ്ടുവന്നതാ. അവരിവിടെ ഉണ്ട്, നമുക്ക് ലാസ്റ്റ് അവരെ കാണാം. അപ്പോൾ റോക്കുജിൻ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ
ഒരു പുല്ലൊക്കെ ഇല്ലേ, ഒരു ഒരു നമ്മുടെ ഇഞ്ചി പുല്ലൊക്കെ ഇല്ലേ, അതിൻ്റെ പോലത്തെ ഒരു സ്മെല്ല് അതിൽ നിന്ന് കിട്ടണം കേട്ടാ. അപ്പോൾ ഇത് നമ്മളൊരു 40 ml ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇവനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വേണ്ടവടാ. അപ്പോൾ ഗൈസ്, ഇഞ്ചി ഒന്ന് നീളനിൽ കട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മുടെ വെളുത്തുള്ളി, അപ്പോൾ ഗൈസ് നമ്മുടെ കാക്കുനിക്ക് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ഗാർലിക്, ഓക്കെ, അതേപോലെ നമ്മുടെ വൈറ്റ് ഒനിയൻ, ഇതാണ് നമ്മൾ യൂസ് ചെയ്യണത്. പിന്നെ നമ്മുടെ കുറച്ച് സ്പ്രിങ് ഒനിയൻ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിന്നിവിടെ എടുക്കണത് നമ്മുടെ പോർക്ക് വൈൽഡ് ബോർ, ഓസ്ട്രേലിയൻ സാധനമാണ്, അതായത് കാട്ടുപന്നി എന്ന് പറയാം. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട് ഉണ്ട് ജോമോൻ, അവന് നമ്മുടെ യോവിൽ എന്ന് പറഞ്ഞ ഔട്ടറുള്ള സ്ഥലമാണ് യോവിൽ. അവിടെ ഈ മീറ്റിൻ്റെയും ഫിഷിൻ്റെ ഒക്കെ പരിപാടി ഉണ്ട്. ചെക്ക നമുക്ക് കൊണ്ടുവന്നതാ, നല്ല അടിപൊളി സാധനമാണ്. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം നൈസായിട്ടൊന്ന് കൂടി. അപ്പോൾ ഞങ്ങൾ കുറച്ച് പോർക്ക് നല്ല അടിപൊളിയായിട്ട് വരട്ടി വെച്ചിട്ടുണ്ട് സാധനം. അപ്പോൾ പേട്ട സാധനം അത്. ഈ വൈൽഡ് ബോർ ആയേ ഇതിൻ്റെ തൊലിയിൽ നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം. പിന്നെ ഇവൻ്റെ തൊലിക്ക് നല്ല കട്ടിയാ, നന്നായിട്ട് വേവിക്കണം അവനെ, എന്നാലും അവൻ സെറ്റായിട്ട് വരല്ലോ. അപ്പോൾ പോർക്ക് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. നമ്മൾ ഇന്നൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സോയാ സോസ് ഒഴിക്കുക, അധികമൊന്നും വേണ്ട, ഒരു പൊട്ട്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ പോർക്കിൻ്റെ പീസുകൾ അങ്ങോട്ട് ഇടുക. ഇവനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ടൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പോർക്ക് സെറ്റായിട്ടുണ്ട്. കണ്ടാ, ആ ഇതിൽ നൈസായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് എന്നിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പാൻ ഫ്രൈ ചെയ്യണം, പൊട്ടി പോകാണ്ടിരിക്കാൻ. അതിന് ശേഷമാണ് ഗാഗുനി. ഓക്കെ, പെട്ടെന്ന് പെടാ. കണ്ടാ, ഈ ഒരു കളറ് ആകുമ്പോൾ നൈസായിട്ട് അവനെ തിരിച്ചിടുക. ഓക്കെ സാർ, നെയ്യുടെ സീൻ കണ്ട, സീൻ നെയ്യ്. ഗൈസ് കണ്ട, അപ്പോൾ ഈ ഒരു പരിവാകുമ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇവനെ എടുക്കാം. നോക്കിയാ, ഇവനപ്പോൾ സെറ്റായിട്ടുണ്ട്. നമ്മളിവനെ ഇങ്ങനെ അങ്ങോട്ട് വെക്കണോ, ഇങ്ങനെ. എന്നിട്ട് ഗൈസ് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചാൽ നമ്മുടെ മീസോ ബേസ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒനിയൻ, ഇഞ്ചി, നമ്മുടെ ഗാർലിക്, നല്ല കളറായില്ലേ വേൻ. പിന്നെ എന്നിട്ടുള്ള സ്പ്രിങ് ഒനിയൻ. ഇത്രയുള്ള പരിപാടി.
ഇനി നമ്മൾ ഇവനെ ഒരു 2 hours സ്ലോ കുക്ക് ചെയ്ത് എടുക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഗൈസ് ഇത് ജാപ്പനീസുകാർ ഉണ്ടാക്കുമ്പോൾ അവർ ഇതിൻ്റെ മുകളിൽ മുഴുവനായിട്ട് അടച്ചു വയ്ക്കില്ല ചെയ്യുക. ഒരു 95% അടച്ചു വയ്ക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സാധനം അവരുടെ കയ്യിലുണ്ട്. അത് വെച്ചിട്ടാണ് അവരത് അടച്ചു വയ്ക്കുക. നമ്മുടെ എല്ലാം അതില്ലാത്ത കാരണം നമ്മൾ നമ്മുടെ പാഴ്സൽ പേപ്പർ എടുത്തിട്ടാണ് ഇത് അടച്ചു വയ്ക്കണേ. ഇത് എന്തിനിങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലുള്ള നമ്മുടെ പോർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവാണ്ടിരിക്കാനും അതേപോലെ അത് പെർഫെക്റ്റ്ലി കുക്കാവാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. എന്താ ഒരു സാധനം ഉണ്ടെങ്കിൽ ഇങ്ങനെ അടച്ച് വെച്ചാൽ മതി. ഓക്കെ ഗൈസ്, ഇത് കണ്ട, ഇത് കാണുമ്പോഴേ നമ്മൾ നമ്മുടെ ടി വി അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രീനിലൊക്കെ പോയിട്ട് ഇങ്ങനെ ടച്ച് ചെയ്യില്ലേ, അപ്പം അങ്ങനെ പോകണില്ലേ, അതുപോലെ തോന്നുന്നുണ്ടാ? നല്ല രസമല്ലേ ഗൈസ്? നമ്മുടെ ബോക്ചോയ് ഉണ്ടല്ലോ, ബോക്ചോയ് നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഗൈസ് നമ്മളൊരു ജാപ്പനീസ് ജിൻ മാർട്ടിനി ഉണ്ടാക്കാൻ പോവാണ്. നമ്മുടെ ഫുഡ് എന്തായാലും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2 hours എടുക്കും. ആ സമയം കൊണ്ട് നമുക്കൊരു ജിൻ മാർട്ടിനി ട്രൈ ചെയ്യാം. അപ്പോൾ ഇത് റോക്കു ജിൻ എന്ന് പറഞ്ഞ ഒരു ജാപ്പനീസ് ജിന്നാണ്. നമ്മുടെ ഫ്രണ്ട് ഉണ്ട് അനന്തു, അവനോട് ഞാൻ ഇന്ന് ജാപ്പനീസ് ഫുഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ റോക്കു ജിൻ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 യുണീക്കായിട്ടുള്ള ജാപ്പനീസ് ബൊട്ടാനിക്കൽസ് വെച്ചിട്ടാണ് ഇവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവൻ്റെ ടേസ്റ്റ് നമുക്ക് ട്രൈ ചെയ്യാം എന്തായാലും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ട്സ് ഇവിടെ 2 പേരുണ്ട്. അപ്പോൾ നമുക്ക് അവരെ വിളിക്കാം. Sizzle in the pan, can you feel that heat? Bokovo is here, bring that fiery beat. Chop it up, whip it fast, let the flames collide. Dance in the kitchen, turn the music up high. Bokovo, lighting up the night. Flames in the kitchen, everything's alright. Cooking a passion, it's a silly show. Join the rhythm, let the good times flow. അപ്പോൾ ജോമോനും അനന്തും വന്നിട്ടുണ്ട്. നമ്മുടെ ജോമോനാണ് നമ്മുടെ വൈൽഡ് ബോർ സെറ്റ് ചെയ്തത്. അപ്പോൾ ചെക്കനും നമ്മുടെ അരുൺ ബ്രോയും തമ്മിൽ ഇവിടെ ചെറിയ ബിസിനസ് പരിപാടികളുണ്ട്. അപ്പോൾ വരും ബ്രോ വെക്കാലോ. അപ്പോൾ അനന്തു നമ്മൾ പറഞ്ഞില്ലേ, ചെക്കൻ ഡെവോണിലാണ്. ചെക്കൻ NHS വർക്ക് ചെയ്യണ, എക്സ്മൗത്തിലാണ് വർക്ക് ചെയ്യണ. ഞാൻ ഇവിടെ കുറച്ച് അടുത്ത് പറഞ്ഞത് ഡെവോണിൻ്റെ അടുത്താണല്ലോ എക്സ്മൗത്ത്. എക്സ്മൗത്തിലാണ് വർക്ക് ചെയ്യണ, NHS വർക്ക് ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ജിൻ മാർട്ടിനി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബ്ലാക്ക് ബെറീസ് ഒരു 3 എടുത്തിട്ട് ഇത് വെച്ചിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്യുക. നമ്മളതിലേക്ക് നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് അത് ഒരു 75 ml നമ്മൾ ഒഴിക്കണേ. നമ്മുടെ റോക്കു ജിന്ന് ഒരു 25 ml. ഓക്കെ, 3 ഐസ് ക്യൂബ്. പിന്നെ ഇത് കുറച്ച് കാരമലിൻ്റെ സിറപ്പാണ് ഞാൻ എടുത്തിരിക്കണത്. ഒരു മധുരത്തിനും ഒരു ഫ്ലേവറിനും വേണ്ടിയിട്ട് ഒരു 2 സ്പൂണ്. ഇനി നമ്മൾ നേരെ അടയ്ക്കുന്നു. ഓക്കെ, ബാർടെൻഡറൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. എക്സ്പീരിയൻസ് അതാ, പ്രൊഫഷണൽ. നിനക്ക് ട്രൈ ചെയ്തോ? അവനറിയാം പഴയ അടിച്ചു നോക്ക്, ട്രൈ അടിച്ചല്ലേ, അത് വേറെ അതല്ല. എല്ലാവരും അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ സാധനം സെറ്റായിട്ടുണ്ട്, നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഉണ്ടാ സാധനം ഉണ്ട്. ഓർഡർ ഉണ്ടാക്കാം. ആരാ ഞാൻ കാരണം ഇപ്പം പണി നിർത്തി. അതായത് കുയിസ് ഞങ്ങള് ആദ്യം ഇവിടെ വന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു, ഒരു വീട്ടിലായിരുന്നു. അപ്പോൾ
ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു 10 ദിവസത്തിനുള്ളിലാണ് നമ്മൾ ആ ജോലിക്ക് അവിടെ പോയി ഇങ്ങനെ ലണ്ടനിൽ അവിടെ ഇവിടെ പോയിട്ട് ജോലിയൊക്കെ ചോദിച്ച് ഒരു സ്ഥലത്ത് വന്ന് ഒരു 10 ദിവസം ക്വാറന്റൈനിലായിരുന്നു. ആ സമയത്ത് കൊറോണയുടെ ക്വാറന്റൈൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി ലണ്ടനിൽ അവിടെ ഇവിടേക്ക് പോയിട്ട് ജോലി ചോദിക്കുന്ന സമയത്ത് നമ്മൾ ജോലി ചോദിച്ച് നടന്നു. അത് കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് അന്ന് തന്നെ നമ്മളോട് പറഞ്ഞു ഇവിടെ ഒരു വഹാക്ക ഒരു മെക്സിക്കൻ റെസ്റ്റോറൻ്റ് ആണ്. അവിടെ ആൾ പറഞ്ഞു ഇവിടെ ക്രൂ ആയിട്ട് വേക്കൻസി സെക്ഷൻ ഷെഫ്. അങ്ങനെ അവിടെ കയറി 28 എത്ര ദിവസം വർക്ക് ചെയ്തു നമ്മള്? ഏകദേശം ഒരു 2 മാസം വർക്ക് ചെയ്തുള്ളൂ. അപ്പൊ ഇവൻ ജോമോന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോമോൻ ഭയങ്കര ഹാർഡ് വർക്കറാണ്. ഞങ്ങളിൽ വെച്ചിട്ട് അല്ലേ നല്ല ഹാർഡ് വർക്കറാണ് ജോമോൻ. അതാണ് ഞങ്ങളുടെ മെന്റാലിറ്റി എങ്ങനെയാണ്. അപ്പോൾ ഞാനൊരു ദിവസം ജോലി കഴിഞ്ഞിട്ട് ഞാനപ്പോൾ അവിടെ നമുക്ക് നിൽക്കാൻ പറ്റാണ്ടായി എന്ന് വെച്ചാൽ പണിയോട് പണി അല്ലേ. കാലത്ത് ഒരു 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4:30 ബ്രേക്ക് കിട്ടണവരെ നിന്ന് ടാക്കോസ് ഉണ്ടാക്കല പണി. വയ്യാണ്ടാവും, ക്ഷീണിക്കും. അങ്ങനെ പണിയെടുത്ത് ഒരു ലാസ്റ്റ് ഒരു ദിവസം പറ്റാത്ത അവസ്ഥയായി. അതായത് എങ്ങനെയും നിർത്തി പോയാൽ മതി, ഓടിപ്പോണം. അങ്ങനെ ഒരു ഉച്ച സമയമായപ്പോൾ ഞാൻ ജോമോൻ്റെ അടുത്തേക്ക് ചെന്നു. അതായത് ഞാൻ ചെല്ലണത് എടാ എനിക്ക് പറ്റില്ലേ, ജോലി നിർത്താം, ആ ഒരു മെൻറ്റാലിറ്റി അത് പറയാൻ വേണ്ടി ചെല്ലണേ. അപ്പോൾ ജോമോൻ ഞാൻ അതൊട്ടും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ജോമോൻ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചേക്കും, ഞാൻ നിർത്തി പോവുക, ആ ഒരു മൂഡിൽ ഞാൻ അവനോട് വന്ന് പറയണേ. അപ്പോൾ ആളെന്നോട് ഇങ്ങോട്ട് പറയാ എനിക്ക് പറ്റണില്ല, നമുക്ക് നിർത്താത്. എടാ അത്രയും കാശ് വന്നപ്പോഴാണ് നമ്മളത് കാരണം ഇപ്പോൾ കാണുമ്പോൾ സന്തോഷം. കാരണം പെർ അവറിന് അന്ന് ഏകദേശം ഒരു 15 പൗണ്ടിൻ്റെ അടുത്ത് വരുന്നുണ്ടായിരുന്നു. അതൊരു നല്ല വലിയൊരു എമൗണ്ടാണ്. എന്താ കൺസിസ്റ്റൻസി നോക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ സാധനം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. Cheers guys. സെറ്റ്. ഈ റോക്കു അതിന്റെ ടേസ്റ്റ് എന്തിട്ടായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യണം? എനിക്കൊന്നും അതിനകത്ത് ആ നമ്മുടെ ബെറിയുടെ ടേസ്റ്റ് ഒന്നും ഇരിക്കുന്നുണ്ട്. പുല്ലൊക്കെ ഉണ്ടാവില്ലേ നാട്ടില്? നീ സ്മെല്ല് ചെയ്തൊക്കെ അല്ലേ? ഒരു പുല്ല് ചതഞ്ഞ സ്മെല്ല്. അതന്നെ പുൽത്തൈലം, അതിന്റെ സ്മെല്ല്. അപ്പോൾ ഗൈസ് നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നോക്കി ഗൈസ്, നോക്കിയേ നമ്മുടെ ഒനിയൻസൊക്കെ കണ്ടോ? നല്ല അടിപൊളിയായിട്ട് സ്ലോ കുക്ക് ആയിട്ടുണ്ട്. നോക്കിയോ കേട്ടോ അത്. നോക്കിയേ കൺസിസ്റ്റൻസി ഉണ്ടോ? സെറ്റായിട്ടാ സ്ലോ കുക്കായിട്ട് അവൻ പൊട്ടി പോകണുണ്ടാ. നൈസല്ലേ? ഓക്കെ അല്ലേ? നമ്മുടെ ജാപ്പനീസ് കോക്കൂനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. With flavor surprise, chop the garlic, dance with the zest. But Calvo's magic, it's time for the quest. Oh, let the fire blaze, the dishes ignite. Cooking with passion, it feels so right. Stirring up love in every pot and pan. But Calvo vibes come join the clan. ഇത് ടെസ്റ്റിംഗ് ടൈമാണ്. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ വിളിക്കാം. ലെറ്റ്സ് ടെസ്റ്റ്, കം ഓൺ ഗൈസ്. നമ്മുടെ ജോമോൻ ചേട്ടായും അനന്തേട്ടനും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആദ്യം ബ്രോത്ത് എടുത്തിട്ട് ഒരു പൊട്ട് നമ്മുടെ ഈ റൈസിലേക്ക് ഇങ്ങനെ ഒഴിച്ചു. ചോയുണ്ട്. അപ്പോൾ ഈ ബോക്ക് ചോയ് ഞാൻ ഇതിങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് അതിൽ കുറച്ച് റൈസ് ഇട്ടിട്ട് കുറച്ച് ബ്രോത്ത് എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചിട്ട്
ഒരു പീസ് നമ്മുടെ ഈ സാധനം എഗ്ഗിൻ്റെ ഒരു ലേശട്ടാ, എഗ്ഗിൻ്റെ ലേശം വെച്ചിട്ട് നമുക്കൂടെ താ. നൈസ് സാധനം. അടുത്ത് നീലാശി ഞാൻ എടുത്ത് തരണ, ഞാൻ എടുത്ത് തരാം. കോക്കുനി, ഒരു മധുരം, സോൾട്ട് ഉണ്ട്. എല്ലാം ഉള്ള സാധനല്ലേ. എല്ലാം ഉണ്ട്. കൊള്ളാം. നീ കഴിക്കി ഒരു അച്ചാറും ഉണ്ടെങ്കിൽ ചമ്മന്തി ആയിട്ട് കൂട്ടാതെ വേണം. കൊള്ളാം. നല്ല സോഫ്റ്റ്. അല്ലേ, എനിക്ക് സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. സെറ്റല്ലേ. സെറ്റ് സാധനം. ബ്രോത്ത് എനിക്ക് ഇഷ്ടമായാ ഇഷ്ടമായി. ഗൈസ്, ബ്രോത്തിന് ഒന്ന് കുടിച്ചു നോക്കാം. ടേസ്റ്റ് നോക്കിയേ. നല്ലതാണോ? പിന്നെ നമ്മൾ ബ്രോത്ത് ഉണ്ടാക്കില്ലേ, അതായത് നമ്മൾ ഉണ്ടാക്കും. അതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് സ്പൈസി ആയിരിക്കും. അത് നമ്മൾ കുരുമുളകൊക്കെ ഇട്ടിട്ട്. ഇതിന്റെ പ്രത്യേകത ഇത് ബാലൻസ്ഡാ, സ്വീറ്റ് പുളി എല്ലാം വരുന്ന ബാലൻസ്ഡ് സാധനമായിരിക്കും. ഹോങ്കോങ് അത് തന്നെ. അടി 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 അല്ലല്ലോ. ഒരു വലിയ പ്ലേറ്റ് എടുത്തിട്ട് എല്ലാവരും യെസ് ഗോയ്സ്, സെറ്റല്ലേ. അപ്പോൾ ഗൈസ്, ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസുമായി ബക്കാലോ ടീം വീണ്ടും വരും. ടീം ബക്കാലോ. ട്രൈ ചെയ്തോ? അവനറിയാം പഴയ പാട്ടുണ്ടായിരുന്നു. ഇനി അടിച്ചു നോക്ക്. ട്രൈ അടിച്ചല്ലേ, അത് വേറെ അടി. അതല്ല, അത് കട്ടിയില്ല.